ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മളിന്ന് ഒരു സ്ഥലം വരെ പോകുന്നതാണ്. നമ്മുടെ ഐശുവിൻ്റെ അച്ഛൻ പുതിയ ബൈക്കൊക്കെ വാങ്ങി. അപ്പോൾ അതുമായിട്ട് നമ്മൾ റൈഡ് പോകുന്ന. ഐശു നമ്മളെങ്ങോട്ട് പോകുന്നു? നന്ദി ഹിൽസ്. അപ്പോൾ നമ്മൾ നന്ദി ഹിൽസ് പോകുന്നതാണ്. ഇന്നത്തെ വ്ളോഗ് നന്ദി ഹിൽസ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് കാണാം. ബൈ. നമ്മൾ ഏകദേശം രാവിലെ ഒരു 5 മണിക്ക് പുറപ്പെട്ടു. പക്ഷേ 5 മണിക്ക് റോഡിലൊക്കെ നിറയെ വണ്ടിയുണ്ട്. എയർപോർട്ട് റൂട്ട് ആയതുകൊണ്ടായിരിക്കും. അങ്ങനെ നമ്മൾ 2 കാറുകൾ സ്പോട്ട് ചെയ്തു. ഏതോ സ്പോർട്സ് കാർ, അങ്ങനെ ഏതോ നല്ല പ്രീമിയം കാറാണ്. അപ്പോൾ ഇത് ഏതാണെന്ന് അറിയുന്നവരൊന്ന് കമൻറ്റ് ചെയ്യുക. എന്തായാലും നമുക്കതിൻ്റെ പേരൊന്നും അറിയില്ല. ഇത് എയർപോർട്ടിലേക്കുള്ള സെയിം റൂട്ടാണ്. പക്ഷേ ഇവിടെ നല്ല ട്രാഫിക്കാണ്. രാവിലെ എയർപോർട്ടിലേക്കുള്ള തിരക്കായിരിക്കും തോന്നുന്നത്. ഇപ്പോൾ നമ്മൾ ഹെബ്ബാളെത്തി. അപ്പോൾ വണ്ടി ഏതായാലും കുറച്ച് ദൂരെ ഓടുന്നത്. അപ്പോൾ നമ്മളൊരു ബ്രേക്ക് എടുക്കാമെന്ന് വെച്ച്. ഇവിടെ ഈ ടോൾ ബൂത്തിനെടുക്കുക ചായയൊക്കെ വെക്കുന്ന സ്ഥലമുണ്ട്. നമ്മൾ അവിടെ നിർത്തി ഓരോ ചായ കുടിക്കാമെന്ന് വെച്ച്. അപ്പോൾ ഇവരെല്ലാം തീക്കായുന്നത്. നല്ല തണുപ്പുണ്ട് രാവിലെ ആയതുകൊണ്ട്. ചായ കുടിച്ചപ്പോൾ തന്നെ എല്ലാവരും ഉഷാറായി. ഇനി ഏകദേശം ഇവിടുന്ന് ഒരു 25 to 30 കിലോമീറ്റർ ഉണ്ട് നന്ദി ഹിൽസിലേക്ക്. അതല്ലേ നമ്മൾ പെട്ടെന്ന് പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. എല്ലാവരും ചായ കുടിച്ച് കഴിഞ്ഞു. നമ്മൾ ഏകദേശം നന്ദി ഹിൽസ് എത്താനായി. അപ്പം നമ്മൾ ഹൈവേന്ന് മാറി നന്ദി ഹിൽസിലേക്കുള്ള, എല്ലാവർക്കും അറിയായിരിക്കും, ലെഫ്റ്റിലേക്കുള്ള ഒരു റോഡുണ്ട്. ആ റോഡ് കയറി ഇപ്പം പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഇവിടുന്ന് അടുത്താണ്, അധികം ഡിസ്റ്റൻസ് ഒന്നുമില്ല. പക്ഷേ നേരമൊക്കെ കുറച്ച് വെളുത്ത് വന്നിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ ട്രാഫിക്കൊക്കെ കുറച്ച് കുറഞ്ഞു. അങ്ങനെ നമ്മൾ ഏകദേശം എത്തിപ്പോയി. ഇനി ചുരം കയറിയേ വേണ്ടു. പക്ഷേ ഇവിടെ രാവിലെ തന്നെ വണ്ടികളൊക്കെ ബ്ലോക്കാണ്. എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ 6 o'clock കഴിഞ്ഞാൽ മാത്രമേ മുകളിലേക്ക് വണ്ടി വിടൂ. സ്വാഭാവികമായിട്ട് എപ്പോൾ ഉള്ള പോലെ തന്നെ കാറുകളൊക്കെ ക്യൂവിലാണ്. നമ്മൾ ബൈക്കിലായതുകൊണ്ട് നമ്മൾ സൈഡിൽ കൂടെ മുന്നിലേക്ക് പോയി. ഇനി നമുക്ക് എന്തെങ്കിലും ചുരം കയറണം. നന്ദി ഹിൽസ് ഞാൻ ബൈക്കിൽ ഫസ്റ്റ് ടൈം പോകുന്നത്. അപ്പോൾ അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ആദ്യം എനിക്ക് ബൈക്കിൽ വരാൻ തീരെ താല്പര്യമില്ലായിരുന്നു. പക്ഷേ ഇവിടെ എത്തി നോക്കുമ്പോൾ ബൈക്കിൽ വരുന്നതാണ് നല്ല സുഖം. നല്ല നേച്ചറൊക്കെ നോക്കി വണ്ടിയിൽ പോകാൻ നല്ല രസമുണ്ടായിരുന്നു. ഈ ബൈക്കിൻ്റെ എക്സ്പീരിയൻസ് ശരിക്കും എപ്പോൾ കിട്ടുക വെച്ചാൽ നമ്മൾ ഇവിടെ നിന്ന് അങ്ങോട്ട്, അതായത് നമ്മൾ ഈ ചുരം കയറുമ്പോൾ ആ ഒരു ബൈക്കിൻ്റെ ഫീലിംഗ് നമുക്ക് കിട്ടുക. ആക്ച്വലി അതുവരെ റോട്ടിലായതുകൊണ്ട് നല്ല കാറ്റും തണുപ്പും പൊടിയും അങ്ങനെയൊക്കെ ഉണ്ടാവും. ഇവിടെ നിന്ന് അങ്ങോട്ട് നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആണ് ബൈക്കിലുള്ള ട്രാവൽ. അങ്ങനെ ഞങ്ങൾ മുകളിലോട്ട് പോകുന്നതിന് ഞങ്ങൾ ചെറുതായിട്ട് സൺറൈസ് കാണാൻ തുടങ്ങി. ഇനി മേലെ എത്തിയിട്ട് നോക്കാം എങ്ങനെ ഉണ്ടാവും. ഇവിടെ നിന്ന് കാണാൻ നല്ല രസമുണ്ട്. അപ്പോൾ ഇതിന് നല്ല വ്യൂ ആയിരിക്കും മുകളിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അങ്ങനെ ചുരമൊക്കെ കയറി ഞങ്ങൾ മേലെ എത്തി. ഈ കാണുന്നതാണ് നന്ദി ഹിൽസിൻ്റെ എൻട്രൻസ്. ഇത് മെയിൻ എൻട്രൻസ്, അതായത് റോഡ് ഒക്കെ എൻഡ് ആവുന്ന സ്ഥലം. ഇതിനപ്പുറം ഇനി പാർക്കിംഗ് സെക്ഷനൊക്കെയാണ്, നമുക്ക് വണ്ടി വെക്കണം. പക്ഷേ വ്യൂ പോയിന്റിലേക്കുള്ള എൻട്രൻസ് വേറെ ഉണ്ട്. ടിക്കറ്റൊക്കെ ചെക്ക് ചെയ്യുന്ന സ്ഥലമുണ്ട്. നോക്ക് ഇവിടെ ഇപ്പൊ എത്ര ക്രൗഡ് ഉണ്ട് നോക്ക്. ശരിക്കും ഇത് കാണുമ്പോൾ തന്നെ ഒരു റീൽ വേഴ്സസ് റിയാലിറ്റി ആയിപ്പോയി. റീൽസിലൊക്കെ ഞങ്ങൾ കാണാറുണ്ട്. ഇതിപ്പോൾ ശരിക്കും കാണുമ്പോൾ ഭയങ്കര തിരക്കുണ്ട്. യൂഷ്വലി ഞങ്ങൾ വന്നപ്പോൾ ഇത്രയും തിരക്ക് കണ്ടില്ല. ഇതിപ്പോൾ നല്ല തിരക്കാണ്. പക്ഷെ എന്തായാലും നമ്മൾ വണ്ടി ഒരു സ്ഥലത്ത് സൈഡാക്കി വെച്ചു. നമ്മൾ ടിക്കറ്റ് എടുത്ത് ഇനി നമുക്ക് നേരെ വ്യൂ പോയിന്റിലേക്ക് പോവാം. സൺഡേ ആയതുകൊണ്ടായിരിക്കും ഇത്ര തിരക്കുന്ന്. സൺഡേന്റെ തിരക്കാണെന്ന് തോന്നുന്നു. നിറയെ ആളുണ്ട്. പിന്നെ ഫുൾ മല്ലൂസായിരുന്നു. അതൊരു കാര്യമാണ്. നമ്മൾ ചുമ്മാ ഇങ്ങനെ പോകുമ്പോൾ തന്നെ അടുത്തൂടെ സംസാരിച്ച് പോകുന്നവരൊക്കെ മല്ലൂസാണ്. ഇവിടെ ഇപ്പം ഇതിൻ്റെ മുകളിൽ തന്നെ 2-3 ടെമ്പിളുകളുണ്ട്. എന്ത് ടെമ്പിളാണെന്നറിയില്ല. നന്ദിന്റെ ടെമ്പിളാന്ന് തോന്നുന്നു. അവിടെ പൂജയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പലരും തൊഴുന്നുണ്ട്, പ്രസാദം വാങ്ങിക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ നന്ദി ഹിൽസിൻ്റെ മെയിൻ അട്രാക്റ്റീവ് കാര്യമായ അതിൻ്റെ വ്യൂ പോയിന്റിൽ എത്തിയിരിക്കുന്നത്. ഇതെനിക്കൊരു ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ്. കാരണം ഇതിന് മുന്നേ ഞാൻ വന്നിട്ടുണ്ട്. പക്ഷേ ഇത്രയും നല്ലൊരു വ്യൂ എനിക്ക് ഇതിന് മുന്നേ ഇതുവരെ കിട്ടിയിട്ടില്ല നന്ദി ഹിൽസിൽ വന്നപ്പോൾ. ഈ പ്രാവശ്യമാണ് നമ്മൾ പല റീലിലൊക്കെ കാണുന്ന പോലത്തെ വ്യൂ എനിക്ക് കിട്ടിയത്. എന്തായാലും ഇനി ഇവിടെ വ്യൂ പോയിന്റ് ഇതുണ്ട്, സ്റ്റാൻഡ്. നമുക്ക് എന്തായാലും അതിൻ്റെ മുകളിലും കൂടി കയറിയിട്ട് നോക്കാം എങ്ങനെയുണ്ടെന്ന് ഇവിടുത്തെ വ്യൂ. മാളു, നീ കണ്ടിട്ടുണ്ട് ഇതുപോലത്തെ ഒരു വ്യൂ നിനക്ക് കിട്ടിയിട്ടുണ്ട്? എനിക്ക് കിട്ടിയിരുന്നു. ഒരു 6 മണിക്ക് ശേഷമൊക്കെയാണ് ഞങ്ങൾ ഇവിടെ എത്താറ്. എനിക്ക് തോന്നുന്നു റീമോ ഇതിനും കുറച്ച് മുന്നേ ആയിരിക്കും എത്തുന്നത്. എന്തായാലും നമുക്ക് ഈ വ്യൂ പോയിന്റിൽ കയറിയിട്ട് ഒന്നുകൂടി നോക്കാൻ എങ്ങനെയുണ്ട്. ഞാൻ വന്നത് 2-3 വർഷം മുന്നെയാണ്. പക്ഷേ ആ സമയത്ത് ഇതുപോലെ ഇത്രയും ഫോഗായിട്ട് എനിക്ക് കാണാൻ കഴിഞ്ഞില്ല. മേ ബി ലേറ്റ് ആയതുകൊണ്ടാണോ അല്ലെ ആ സമയത്തെ ക്ലൈമറ്റ് ചേഞ്ച് ആണോ എന്താണെന്ന് അറിയില്ല. ഐശുവിനും അവരുടെ ഫാമിലിക്കൊക്കെ ഇതൊരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. ഫസ്റ്റ് ടൈമാണ് അവരിവിടെ വരുന്നത്. ഇതിവിടെയുള്ള ഒരു റെസ്റ്റോറൻ്റാണ്. എന്തെങ്കിലും കഴിക്കാൻ താല്പര്യമുള്ളവർക്ക് ഇവിടെ നിന്ന് കഴിക്കാം. ഇവിടെ മങ്കീനെയൊക്കെ കാണുന്നുണ്ട്. കൈകളിലെ സാധനങ്ങളൊക്കെ സൂക്ഷിക്കണം. അപ്പോൾ എന്തായാലും നമ്മൾ ഇനി കുറച്ച് പേര് ഇവിടെ നിന്നൊക്കെ നടന്ന് കണ്ട് കറങ്ങി വരാമെന്ന് വിചാരിച്ചു. പല വീഡിയോസിലും കണ്ടിട്ടുണ്ട് ഇവിടെ കുറേ സ്ഥലങ്ങളൊക്കെ ഉണ്ട് കാണാനുള്ളതെന്ന്. അപ്പോൾ നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ഇവിടെ വാക്കിങ്ങിനായിട്ടുള്ളൊരു പാത്തുണ്ട്. നമ്മൾ അതിലൂടെ നടന്നു നോക്കാമെന്ന് വിചാരിച്ചു. എവിടെ എന്തൊക്കെ എത്തും, ഇവിടെ എന്തൊക്കെയാണ് കാണാനുള്ളതെന്ന്. അപ്പോൾ അത്യാവശ്യം കുറച്ച് വെയിൽ വന്നു.
പക്ഷെ അങ്ങനെ ചൂടൊന്നുമില്ല, നല്ല തണുപ്പ് തന്നെയാണ് ഇപ്പോൾ. അങ്ങനെ നമ്മൾ നടന്നൊരു നന്ദി ടെമ്പിളിൻ്റെ അടുത്തെത്തി. ഒരു വലിയ നന്ദിയുടെ പ്രതിമയുണ്ട് ഇവിടെ. നല്ല രസമുണ്ട് എന്തായാലും കാണാൻ, കാരണം ഇത്രയും വലിയൊരു നന്ദിയുടെ പ്രതിമ ഞാൻ ആദ്യമായിട്ട് കാണുന്നതാണ്. അപ്പം നന്ദി ടെമ്പിളിൻ്റെ സൈഡിലായിട്ട് തന്നെ ഒരു ഗുഹ പോലത്തെ ഒരു സാധനം കണ്ടു. ഇനി നമുക്ക് കയറി നോക്കാം അത് എന്താണെന്ന്. ഇത് കറക്റ്റ് പാറയുടെ അകത്തായിട്ടാണ് കാണുന്നത്. ഒരു വീടാന്ന് തോന്നുന്നു, ഒരു വീട് പോലത്തെ ഒരു ഫീല് വരുന്നുണ്ട് പുറത്ത്, ഒരു ജനലെല്ലായിട്ട്. എന്തായാലും നമുക്ക് കയറി നോക്കാം. ഇതിൻ്റെ അകത്തേക്ക് പറഞ്ഞാൽ അവിടെ ഒരു ചെറിയൊരു ഡോറുണ്ട്, അതുവഴി നമുക്ക് ഉള്ളിലേക്ക് കയറി നോക്കാം. അങ്ങനെ നമ്മൾ അകത്ത് കയറി. ഇതിൻ്റെ അകത്ത് നിറയെ ആൾക്കാരൊക്കെ ഉണ്ട്. ഇതിൻ്റെ അകത്ത് കാര്യമായിട്ടൊന്നും കാണാനില്ല, പക്ഷെ എന്നാലും ഒരു ഗുഹയുടെ ഒരു ഫീലുണ്ട്. പിന്നെ ഇവിടെ കുറേ കാര്യങ്ങളൊക്കെ എഴുതിയിട്ട് കണ്ട്, പലരുടെയും പേരുകളും അവർ അവിടെ വന്ന വർഷവും ഇതൊക്കെ എഴുതിയിട്ടിട്ടുണ്ട്. കുഴപ്പമില്ല, എന്തായാലും കാണാൻ നല്ല രസമുണ്ട്. ഇതിൻ്റെ അകത്ത് താഴോട്ട് സ്റ്റെപ്പൊക്കെ വെച്ചിട്ട് അവിടെ ഒരു റൂം പോലെ കാണുന്നുണ്ട്. അതെന്താണെന്ന് നോക്കാം നമുക്ക്. അപ്പോൾ നമ്മളെ പ്രതീക്ഷകൾ തെറ്റിച്ചുകൊണ്ട് അത് റൂമല്ല, അതൊരു മുന്നേ യൂസ് ചെയ്ത ഒരു വാഷ്റൂമാണ്. ഇപ്പോൾ യൂസ് ചെയ്യുന്നില്ല, അതിൻ്റെ കോലം കാണുമ്പോൾ തിരിയുന്നുണ്ട് ഇല്ല എന്നുള്ള കാര്യം. ഹലോ ഗൈസ്, ഇവിടെ കുറെ പേര് ചോക്കും പെയിന്റും നമ്മൾ നെക്സ്റ്റ് ടൈം നന്ദിഗിൽസ് വരുമ്പോ ചോക്ക് സ്പ്രേ പെയിന്റ് അല്ലെങ്കിൽ മാർക്ക് എന്തായാലും. ശരിക്കും ഞാൻ ഇപ്രാവശ്യം വന്നപ്പോഴാണ് നന്ദി ഹിൽസ് ഫുള്ളായിട്ട് എക്സ്പ്ലോർ ചെയ്യുന്നത്. ഞാൻ പണ്ടൊക്കെ വന്നപ്പോൾ ജസ്റ്റ് നന്ദി ഹിൽസ് കണ്ടു തിരിച്ചു പോയി. പക്ഷേ ഇപ്രാവശ്യം നമ്മളൊരു അഡ്വഞ്ചർ ട്രിപ്പ് പോലെ എല്ലാ സ്ഥലവും നോക്കുന്നുണ്ടായിരുന്നു, ഞാനും ഐഷുവും കൂടി. അപ്പോൾ നമ്മൾ ആ ഗുഹയിൽ നിന്ന് ഇറങ്ങി വീണ്ടും നമ്മൾ നടന്നു. അപ്പോൾ അതിനുശേഷം നമ്മൾ അടുത്തൊരു സ്ഥലം കാണുന്നത്, അതായത് ഒരു സ്റ്റെപ്പ് ഇറങ്ങിയിട്ട് താഴെ ഒരു എന്താ പറയുക, ഒരു കുളന്നോ കിണർന്നോ അങ്ങനെ എന്തെങ്കിലും പറയാം, വെള്ളമുണ്ട് എന്തായാലും. നമ്മൾ അതിൻ്റെ അകത്ത് കുറേ ആൾ ഇങ്ങനെ വിഷൊക്കെ ചെയ്ത് കോയിനൊക്കെ ഇടുന്ന കാണുന്നുണ്ട്. പക്ഷേ അതും നമുക്ക് ചെയ്യാൻ പറ്റില്ല, കയ്യിൽ ഒരു രൂപ പോലും ഇല്ലായിരുന്നു. അതെ, ആരുടെ കയ്യിലും കോയിൻ ഇല്ലായിരുന്നു. പിന്നെ അതിൻ്റെ അടുത്ത് തന്നെ ഒരു ചെറിയൊരു എന്താ കാണിച്ചു തരാം, ഒരു അമ്പലം എന്ന് പറയാം വേണമെങ്കിൽ. പൂജയൊന്നും ഇല്ലാന്ന് തോന്നുന്നു, ജസ്റ്റ് ഒരു ശിവലിംഗം മാത്രമുണ്ട്, വേറെ ഒന്നുമില്ല അതിൻ്റെ അകത്ത്. പിന്നെ കുറേ ആൾക്കാർ ഈ വെള്ളത്തിൽ മാള് പറഞ്ഞ പോലെ തന്നെ കോയിനൊക്കെ ഇടുന്നുണ്ട്. ഐഷുവിന് ഇടണമെന്നുണ്ടായിരുന്നു, പക്ഷേ ഞങ്ങളുടെ കയ്യിൽ കോയിൻ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ തിരിച്ചു വന്നു. അങ്ങനെ നമ്മൾ അവിടുന്ന് വീണ്ടും സ്റ്റെപ്പ് കയറി നമ്മൾ അടുത്ത കുറച്ചുകൂടി മുന്നോട്ട് നടന്നു നോക്കാമെന്ന് വിചാരിച്ചു. ഇനി എന്താ ഉള്ളതെന്ന്. നമ്മൾ നടക്കുമ്പോൾ റൈറ്റ് സൈഡ് ഫുള്ള് മതിലാണ്. പക്ഷെ ഒരു സ്ഥലം എത്തിയപ്പോൾ മതിലിനെടുക്കാൻ ഒരു വഴി കണ്ടേ, എക്സിറ്റ് അല്ല, പുറത്തേക്കൊരു വഴിയുണ്ട്. നമ്മൾ അതിലൂടെ പുറത്തുനിന്ന് നോക്കാമെന്ന് വിചാരിച്ചു. ആക്ച്വലി അതൊരു വ്യൂ പോയിന്റ് ആണ്, കുറച്ച് ആൾക്കാർ അവിടെ ഇരുന്നിട്ടുണ്ട്. അതും നല്ല രസമുണ്ടായിരുന്നു അവിടെ താഴത്തൊക്കെ കാണാൻ. അവിടെയും ഫുൾ മല്ലൂസ് ആയിരുന്നു. അത് കറക്റ്റാണ്, അവിടെ ഇരുന്നതും മല്ലൂസൊക്കെ ആയിരുന്നു. പക്ഷെ അവിടെ നല്ല കാറ്റുണ്ടായിരുന്നു, നല്ല രസമുണ്ട് അവിടെ ഇരുന്നിട്ട് കാണാൻ. കുറേ ആൾക്കാർ അവിടെ തന്നെ ഇരുന്നിട്ടുണ്ട്. രാവിലെ വരുമ്പോൾ തീരെ ആവേശമില്ലാത്ത ഐഷു ആണ് ഇപ്പം നന്ദി ഹിൽസിൽ ഓടിച്ചാടി തുള്ളിക്കളിക്കുന്നത്. അവൾക്ക് ഭയങ്കര ഇഷ്ടമായി. അങ്ങനെ ഏകദേശം നടന്ന് നമ്മൾ എക്സിറ്റിൻ്റെ അടുത്തെത്തി. ഇനി ഇവിടെ ഒരു കുളമുണ്ട്, അതും കണ്ടു. ഇത് അവസാനം ലാസ്റ്റാണ്, മീൻസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത വ്യൂ പോയിന്റിലേക്ക് പോകാൻ സ്റ്റാർട്ട് ചെയ്ത സ്ഥലമില്ല, അതിൻ്റെ തൊട്ടടുത്താണ് ഇത്. അങ്ങനെ കുളം കണ്ടു. ഇതെങ്ങനെയാണ് ഇവിടെ ഇത്രയും വെള്ളം നിൽക്കുന്നതല്ല, ഒരു മലേൻ്റെ മേലെ ഒരു കുളത്തിൽ ഇത്രയും വെള്ളം. പിന്നെ ഇതിൻ്റെ മേലെ തന്നെ ഒരു മീൻസ് നമുക്ക് സ്റ്റേ ഒക്കെ ഇവിടെ അവൈലബിൾ ആണ്. ഇവിടെ കർണാടക ടൂറിസത്തിൻ്റെ ഇതിൽ വരുന്നതാന്ന് തോന്നുന്നു. കോട്ടേജൊക്കെ ഉണ്ട്, നമുക്ക് ബുക്ക് ചെയ്യാം. ഇവിടെ നൈറ്റ് സ്റ്റേ ഉണ്ട്. രാവിലെ താല്പര്യമുള്ളവർക്ക് രാവിലെ പോയിട്ട് അങ്ങനെയൊക്കെ വ്യൂ പോയിന്റിൽ പോയിട്ട് സൺറൈസ് ഒക്കെ കാണാൻ കഴിയും. അതിനുള്ള ഓപ്ഷൻസ് ഇവിടെയുണ്ട്. എന്തായാലും ഇനി നമ്മൾ പുറത്തേക്ക് ഇറങ്ങുന്നതാണ്. പിന്നെ നടക്കാതെ വ്യൂ പോയിന്റിലേക്ക് പോകാൻ ഇവിടെ ഒരു ബസ് സർവീസ് ഉണ്ട്. മീൻസ് അതിൻ്റെ ടിക്കറ്റ് എത്രയാണെന്ന് അറിയില്ല, പക്ഷെ അതെടുത്തിട്ട് നമുക്ക് വ്യൂ പോയിന്റിലേക്ക് പോകാൻ കഴിയും. അപ്പോൾ നമ്മളങ്ങനെ പുറത്തിറങ്ങി എക്സിറ്റിലെത്തി. ഇനി നമുക്ക് ആക്ച്വലി ഇവിടെ ഒരു സ്ഥലത്തും കൂടി പോകാനുണ്ട്. ഇവിടെ അടുത്ത് തന്നെ ഒരു നന്ദീശ്വര എന്ന് പറഞ്ഞിട്ടൊരു ടെമ്പിൾ ഉണ്ട്. എന്തായാലും നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് നേരെ അങ്ങോട്ടാണ് പോകുന്നത്. അപ്പോൾ ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്, കണ്ടില്ലേ, ഇതാണ് പാർക്കിംഗ് ഗ്രൗണ്ടിൻ്റെ അവസ്ഥ. കണ്ട, ഒരു വണ്ടി വെക്കാനുള്ള കഷ്ടപ്പാടേ. എങ്ങനെയുണ്ട് ഐഷു പറ എക്സ്പീരിയൻസ്? ആദ്യം ഐഷു രാവിലെ എണീച്ചതിന് റിഗ്രറ്റ് ചെയ്യുന്നുണ്ട്, ഇപ്പൊ എങ്ങനെയുണ്ട് ഐഷു? ഭയങ്കരമായിട്ട് റിഗ്രറ്റ് ചെയ്യുന്നു. വണ്ടി നല്ല ഫുൾ തണുപ്പെടുക്കുന്നുണ്ടായിരുന്നു ബുള്ളറ്റിനുള്ള. പക്ഷെ ഇപ്പൊ ഞാൻ ആ റിഗ്രറ്റിനെ റിഫ്യൂസ് ചെയ്യും. അപ്പൊ സ്ഥലം അടിപൊളിയാ, എല്ലാരോടും ഒറ്റ പ്രാവശ്യം വിസിറ്റ് ആണ്. ഓക്കെ. അപ്പോൾ ഏകദേശം സമയം 8-9 മണിയാവാനായി.
നമ്മൾ താഴത്തേക്ക് ഇറങ്ങുന്നതാണ്. ഇനിയിപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത സ്ഥലത്ത് പോകുന്നതിന് മുന്നേ നമുക്ക് ഇവിടെ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. താഴെ ഏതെങ്കിലും കടയുണ്ടാവും, എന്തായാലും അവിടെ കയറി നല്ലൊരു മസാല ദോശയൊക്കെ കഴിച്ചിട്ട് വേണം നമുക്ക് അടുത്ത സ്പോട്ടിലോട്ട് പോകാൻ. അങ്ങനെ ഞങ്ങളൊരു ഹോട്ടലിൽ കയറി, എന്നിട്ട് ഫുഡൊക്കെ ഓർഡർ ചെയ്തു. എന്നിട്ട് ഫുഡ് വരാൻ വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആണ്. ഐഷു എന്നാ ഓർഡർ ചെയ്തത്? ഞാൻ ഒരു പ്ലേറ്റ് മാഗി, എനിക്ക് അതിനെ കൊണ്ട് വേറെ ആൻറ്റി ഇഡ്ഡലിയാന്ന്, അങ്കിള് ഇഡ്ലി വട, നെയ് റോസ്റ്റ്, നമ്മൾ രണ്ടാളും മസാല ദോശ വിത്ത് വട. ഗൈസ്. അപ്പൊ അമ്മേന്റെ ഇഡ്ലി വട വന്നിട്ടുണ്ട് വിത്ത് സാമ്പാർ ആൻഡ് ചട്നി. അപ്പൊ നമ്മളെ രണ്ടാളെയും ദോശ എത്തി. ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് പറയാം എങ്ങനെയുണ്ട്. റോസ്റ്റ് എത്തി, ആൻറ്റീൻ്റെ മസാല ദോശ, നമ്മളെ രണ്ടാളെ അല്ല ആൻറ്റീൻ്റെ ഇഡ്ഡലി, സോറി, നമ്മൾ രണ്ടാളെയും മസാല ദോശ എത്തി. ഐഷുവിൻ്റെ മാഗി ഇതുവരെ എത്തിയില്ല. 2 മിനിറ്റ് ഇവരെല്ലാവരും വന്ന് എന്റെ ബാക്കി. ഐഷു സങ്കടത്തിലാണ്. നമ്മളെന്ന് കുറച്ച് തിന്ന ഐഷു. എനിക്കില്ലേ ഭയങ്കര, എനിക്കാണ് ഏറ്റവും അധികം വിശപ്പുണ്ടായിരുന്നു ഒന്നാമത്. വൈറ്റ് ചട്നി അടിപൊളി. അപ്പം ഗൈസ് എന്റെ മാഗി വന്നിട്ടുണ്ട്. ഐഷു ഇതൊന്നും മതിയാവോ അതോ എന്നും വേണ്ടി വരുമോ? ചിലപ്പോൾ ഇനിയും കിട്ടി. നമുക്ക് എന്നാ തിന്നോ, എങ്ങനെയുണ്ടെന്ന് പറയാം. ഐഷു, ഹൗ ഇസ് ഇറ്റ്? വെറും ഇഡ്ഡലി പറഞ്ഞ മാഗിയാണ് ആൻറ്റിയാണ്. ഇപ്പം മാഗിയിൽ വരെ കൈവച്ചു. ഐഷുവിന് ഒരു ട്രിപ്പും കൂടി വാങ്ങണമെന്ന് പറഞ്ഞാൽ ഫുള്ള് തിന്നില്ല. അങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നന്ദീശ്വര ടെമ്പിൾ, അങ്ങോട്ടൊക്കെ പോകുന്നത്. ഇവിടുന്ന് അടുത്താണ്, ഒരു 7 കിലോമീറ്റർ മാത്രമേ ഡിസ്റ്റൻസ് വരുന്നുള്ളൂ. ശരിക്കും നന്ദി ഹിൽസ് വരുന്ന ആൾക്കാർ എന്തായാലും അവിടെയും കൂടെ പോകുന്ന നല്ലതായിരിക്കും. നല്ല അടിപൊളി ഒരു അമ്പലമാണ്. അപ്പോൾ ഈ ടെമ്പിളിൻ്റെ കംപ്ലീറ്റ് വീഡിയോ നമ്മൾ അടുത്ത വ്ളോഗിൽ വരുന്നതായിരിക്കും. സോ സ്റ്റേ ട്യൂൺ.